സിജോ കൺഫെഷൻ റൂമിൽ പറഞ്ഞത് ദേണ്ട ഇപ്പോൾ സിജോ എക്സ്റേ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ആ എക്സ്റേയിലാണ് എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങൾ കാണുന്നത് എന്നുള്ളത്. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്റേയിൽ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്, ഇവിടെ നമ്മുടെ താടിയെല്ലിനും ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാകാം ചിലപ്പോൾ സിജോയെ പുറത്താക്കാനുള്ള ചാൻസുകൾ വളരെ 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 ഹൈ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പം നമുക്ക് സിജോയെ കാണുമ്പോൾ കുഴപ്പമില്ല, ക്ഷീണമുണ്ട്, താടി ഉള്ളത് കൊണ്ട് ഇവിടുത്തെ നീര് അറിയുന്നില്ല, ഈ ഭാഗത്ത് നീര് അറിയുന്നില്ല. അപ്പോൾ ഈ ഭാഗത്താണ് പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് സിജോ ലൈവില് നമ്മുടെ സിജോയെ കാണിക്കുന്നുണ്ട്. സിജോയുടെ കവിളിങ്ങനെ നീര് കയറി ചീർത്തിരിപ്പുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല രീതിയിലുള്ള ഒരു പറ്റിയിട്ടുണ്ട്. ഊക്കനിടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ആ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം. ആക്ച്വലി സിജോ അങ്ങ് ആകെ ആ ഒരു സൈഡ് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് തടിച്ച് നീര് കയറി ഇരിപ്പുണ്ട് നല്ലപോലെ. മാത്രമല്ല ഓൾറെഡി ഫ്രാക്ചർ ഒക്കെ ഉണ്ടെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് സിജോ ഹോസ്പിറ്റലിൽ പോയെന്നാണ് നമുക്ക് അൺഒഫീഷ്യലി അറിയാൻ പറ്റുന്നത്. അപ്പോൾ നാളെ അത് ലൈവിൽ കാണാൻ പറ്റുള്ളായിരിക്കും. ഇതിപ്പോൾ ഇന്നലത്തെ ലൈവാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫർദർ ട്രീറ്റ്മെന്റിനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷേ നമ്മുടെ സിജോയെ കണ്ടാൽ തന്നെ അറിയാം, സിജോയുടെ ആ ഒരു കവിളിൽ ആ ഇടി കൊണ്ട ഭാഗം ഇങ്ങനെ വീർത്തിട്ടുണ്ട് നല്ലപോലെ. ഇറ്റ്സ് സാധാരണ നീര് കയറുന്നതിനേക്കാൾ കൂടുതൽ വീർത്തിരിപ്പുണ്ട്. അകത്ത് പല്ല് ഇളകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, പല്ല് പൊട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും സർജറി വേണ്ടി വരുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയൊന്നുമില്ല. ആക്ച്വലി റൂമേഴ്സ് മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷേ ലൈവിൽ കാണുമ്പോൾ സിജോ നമ്മുടെ റസ്മിനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിലേക്കാളുടെ മുഖം നമുക്ക് വ്യക്തമായിട്ട് കാണാം.